നമ്മളിപ്പോൾ ഡ്രഗ്സിനെ കുറിച്ചും വയലൻസിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അതൊന്നും നമ്മുടെ സിനിമകളിലില്ല. അപ്പോൾ ഞാനും സിനിമയും ചെയ്ത പടങ്ങളാണെങ്കിലും ഞാൻ ചെയ്ത ആക്ഷൻ സിനിമകളാണെങ്കിലും അതിലൊന്നും ഞാൻ വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം കൊച്ചുകുട്ടികൾക്ക് വരെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമകളാണ് വയലൻസ്. അതായത് ബ്ലഡ് ഷെഡ്, റിയൽ മാർഷൽ ആർട്സ് ആക്ഷൻ മാത്രമുള്ള, അതും അമിതമായിട്ടില്ല. ഒരു പടത്തിൽ ഇപ്പോൾ 3 ആക്ഷൻ ഉണ്ടാവും, അത്ര ഉണ്ടാവും. ബ്ലഡ് ഷെഡ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ അസഭ്യമായിട്ടുള്ള വാക്കുകൾ ഉണ്ടാകാൻ പാടില്ല, നിർബന്ധമുണ്ടാകും. പിന്നെ അതുപോലെ തന്നെ റേപ്പ് അതുപോലുള്ള സംഭവങ്ങളൊന്നും നമ്മളൊരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. നമുക്കൊരിക്കലും ഒരു മേക്കേഴ്സിനോട് പറയാൻ പറ്റത്തില്ല നിങ്ങൾ ഇങ്ങനത്തെ സിനിമ എടുക്കണമെന്ന്. അവർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അത് തീരുമാനിക്കേണ്ടത് ജനങ്ങളും അതുപോലെ സെൻസർ ബോർഡ് അതുപോലുള്ള ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ്. അവർ ഇങ്ങനെയുള്ള സിനിമയാണ് പുറത്തു വരുന്നത്. നമുക്കൊരിക്കലും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ള സിനിമകൾ നിർമ്മിക്കുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ പണ്ട് പോലെ ഇപ്പോൾ ഞാൻ വില്ലനായിട്ട് അഭിനയിക്കുന്ന കാലത്ത് ആദ്യം വരുമ്പോൾ ഒരു ഫോർമുല ഉണ്ടായിരുന്നു. വില്ലന് ഒരു 2 റേപ്പ്, ഒരു 3-4 ഫൈറ്റ്, അങ്ങനെ ഒരു ഫോർമുല വന്നുകൊണ്ടിരുന്ന ഒരു കാലത്താണ് ഞാൻ വില്ലനായിട്ട് വരുന്നത്. പക്ഷേ ഞാനത് കംപ്ലീറ്റ് ഒപ്പോസ് ചെയ്തു. ഒരു വില്ലന് റേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവന് പൈസ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഹയർ ചെയ്യാം, അല്ലെങ്കിൽ അയാൾ റേപ്പിച്ചായിരുന്നു.